കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ജുഡായിസത്തിൻ്റെ ആൻറ്റി സെമിറ്റിസത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റ് റെഡിയാവുന്ന കാഴ്ചയാണ്. അതിൻ്റെ സീഡ് പണ്ട് ബൈബിളിൽ തന്നെ ബൈബിളിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ തന്നെയുണ്ട്. ആ സീഡിൻ്റെ വലുതായി അത് പിന്നെ ബ്ലൂ പ്രിൻ്റായി മാറി. ഓൾമോസ്റ്റ് 1500 സംതിങ് ആകുമ്പോഴേക്കും മാർട്ടിൻ ലൂത്തറിൻ്റെ വാക്കുകളിൽ തന്നെ ആ ആൻറ്റി സെമിറ്റിസം അല്ലെങ്കിൽ ആൻറ്റി ജുഡായിസം കാര്യമായിട്ട് പുറത്തു വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. ആൻറ്റി സെമിറ്റിസം എന്നുള്ള വേർഡ് വന്നത് 1800-ലാണ്. അതിനാൽ നമ്മൾക്കിപ്പോൾ ആൻറ്റി സെമിറ്റിസം എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നില്ല. അതൊരു പൊളിറ്റിക്കലി കറക്റ്റായുള്ള വേർഡ് മാതിരിയാണ് വന്നത്. കാരണം ആൻറ്റി ജൂഡായിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂതന്മാർക്കെതിരെയുള്ള ഒരു ഹേറ്റ്രഡ് എന്നാണല്ലോ. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടാണ് ആൻറ്റി സെമിറ്റിസം, സെമിറ്റിക് ഭാഷകൾ സംസാരിക്കുന്ന, അതായത് അറബിക് അടക്കമുള്ള സെമിറ്റിക് ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള വിദ്വേഷം എന്നുള്ള രീതിയിലാണ് ആൻറ്റി സെമിറ്റിസം എന്നുള്ള വാക്ക് 1800-ൽ കൂടുതൽ പോപ്പുലറായത്. അപ്പോൾ അതിനു മുമ്പ് 1500-ലൊന്നും ആൻറ്റി സെമിറ്റിസം എന്നാരും പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ ആൻറ്റി സെമിറ്റിസത്തിൻ്റെ ഡെഫിനിഷൻസും മറ്റും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻറ്റി സെമിറ്റിസം തന്നെയായിരുന്നു 1500-ലെ മാർട്ടിൻ ലൂതറിൻ്റെ സമയത്തും മറ്റും ഉണ്ടായിരുന്നു. അത് എങ്ങനെ പ്ലേ ചെയ്തു, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ എന്ന് നമുക്ക് ഇപ്പം നോക്കാം. ആൻറ്റി ജൂഡായിസം എന്നുള്ള രീതിയിൽ നോക്കാം. ജൂതന്മാർക്കെതിരെയുള്ള വിദ്വേഷം എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തായാലും ആദ്യം നമ്മൾ കാണുന്നത് റിലീജിയസ് ആയിട്ടുള്ള റീസൺസ് പലതുണ്ട്, സോഷ്യൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. റിലീജിയസ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ജൂസ് ഒരിക്കലും ക്രിസ്തുവിനെ സൺ ഓഫ് ഗോഡായിട്ട്, ദൈവപുത്രനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഈ ക്രിസ്ത്യൻസിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഡെയ്സൈഡ്, അതായത് ജൂതന്മാരാണ് ക്രിസ്തുവിനെ കൊന്നത് എന്ന മട്ടിലാണ് ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ ജൂതന്മാർ ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റെഡി ആയില്ല. ആ ജൂത പോപ്പുലേഷൻ അതുമാതിരി തന്നെ കണ്ടിന്യൂ ചെയ്തു. അതും ഈ മാർട്ടിൻ ലൂതർ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് റിലീജിയസ് ആയിട്ടുള്ള റീസൺസ്. സോഷ്യൽ ആയിട്ടുള്ള റീസൺസ് നമ്മൾ പണ്ട് ഈ റോമൻസിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് ജൂതന്മാർ എന്നാണ്, യഹൂദികൾ എന്നാണ് അവർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് സാറ്റർഡേൻ്റെ സബത്ത് ഉണ്ട്. അവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് കോഷർ ഡയറ്റ്, കഷ്രുത്ത് എന്ന് പറയുന്ന ഡയറ്റാണ്. അവർ പശുവിടെ ചില ഭാഗങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ, മിൽക്കും മീറ്റും ഒരുമിച്ച് കഴിക്കില്ല. അപ്പോൾ എത്രയോ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഉള്ള ആളുകളാണ് ജൂതന്മാർ. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് എല്ലാം ഉള്ളത് കാരണം ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്നാണ് റോമൻസ് പോലും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാത്ത ക്രിസ്ത്യൻസിനും ഇവർക്കെതിരെ ഹേറ്റ്രേറ്റ് തോന്നാൻ കാരണമായിട്ടുണ്ട്. പിന്നെ അവർ വേഷവിധാനങ്ങളും നീളമുള്ള താടികളും മറ്റും ഉണ്ടായിരുന്നു. പിന്നെ വേറെ സോഷ്യലായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്കണോമിക്കായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ടായിരുന്നു. കാര്യമായിട്ട് ബാങ്കിങ് ഇൻട്രസ്റ്റ് കൂടുതൽ ചാർജ് ചെയ്യാറുണ്ടായിരുന്നു. മണി ലെൻഡിങ്ങിലായിരുന്നു അവരുടെ ജൂതന്മാരുടെ പ്രധാന ജോലി. എന്തുകൊണ്ടാണ് മണി ലെൻഡിങ്ങിൽ വന്നതിന് ദീർഘമായ കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സാധാരണ പോപ്പുലേഷന് ഇതിന് കൂടാതെ പല കാരണങ്ങളും കൊണ്ട് യഹൂദികളോട് വിദ്വേഷം തോന്നുകയുണ്ടായി. അത് ആൻറ്റി ജുഡായിസം എന്നുള്ള രീതിയിൽ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ആൻറ്റി ജുഡായിസത്തിൻ്റെ എലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. വലത്തെ സൈഡിൽ ബൈബിൾ കയ്യിലേന്തിയുള്ള, ക്രോസ് കയ്യിലേന്തിയുള്ള വനിത, എന്നാൽ റൈറ്റ് സൈഡിലുള്ളത് താൽമൂഡ് കയ്യിലേന്തിയുള്ള ഒരു ജൂയിഷ് വനിതയാണ്. അപ്പോൾ ഈ രണ്ട് വനിതകളും തമ്മിലുള്ള ആ ഡിഫറൻസ്, ഒരാൾ പ്രൗഡായിട്ട് ഗംഭീരമായിട്ട് നിൽക്കുമ്പോൾ, വളരെ പ്രൗഡായിട്ട് നിൽക്കുമ്പോൾ മറ്റേ വനിതയാവട്ടെ ആകെപ്പാടെ കുഴഞ്ഞു പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ പ്രതിമകളിൽ തന്നെ നമുക്ക് ആൻറ്റി ജുഡായിസം കാണാൻ കഴിയും. എന്തൊക്കെയായിരുന്നു ഫാക്ടേഴ്സ്, എലിമെൻറ്റ്സ് ഓഫ് ആൻറ്റി ജുഡായിസം? ഒന്ന് എന്ന് പറയുന്ന ഡെയ്സൈഡിൻ്റെ മിത്താണ്. അതായത് ദൈവഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു മിത്ത് ഉണ്ടായിരുന്നു. ബൈബിളിൽ തന്നെയുള്ള മിത്താണ്. പീലാത്തോസ് കൈ കഴുകി എന്ന് പറയാറില്ല. അപ്പോൾ Pontius Pilate saw that he could prevail nothing, but that rather a tumult was made. He took water and washed his hands before the multitude, saying, I am innocent of the blood of this just person. See you to it. Then answered all the people and said, His blood be on us and on our children. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ കൈകളിലാവട്ടെ, ഞങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ കൈകളിലാവട്ടെ എന്നാണ് രക്തത്തിന് വേണ്ടി ദാഹിച്ച ജനക്കൂട്ടം അട്ടഹസിച്ചത് എന്നാണ് മാർക്ക്, വൺ ഓഫ് ദി 4 സുവിശേഷങ്ങളിലൊന്നായ മാർക്കിൻ്റെ സുവിശേഷത്തിൽ, ഗോസ്പലിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ജൂതന്മാരാണ് ജീസസിനെ കൊന്നതെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് തന്നെ മാർക്കിൻ്റെ സുവിശേഷത്തിൽ, ഗോസ്പലിൽ, അതായത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായ മാർക്കിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളികളിൽ വായിക്കുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മാത്യുവിൻ്റെ സുവിശേഷമുണ്ട്, പിന്നെ മാർക്കിൻ്റെ സുവിശേഷമുണ്ട്, പിന്നെ
ലൂക്കിൻ്റെ ഉണ്ട്, ജോണിൻ്റെ ഉണ്ട്. അതിനകത്ത് മാർക്ക് എന്നുള്ള ഒരു അനുയായിയുടെ അപ്പോസ്തലൻ്റെ ഗോസ്പലിൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അതിന് വളരെ പ്രചാരം കിട്ടുകയാണ് ഈ ഇതിന്. ഇത് തന്നെ കാരണം അതുകൂടാതെ ഗോസ്പൽസ്, സുവിശേഷം കൂടാതെ ആക്ട്സും എപ്പിസ്റ്റലേഴ്സും ലെറ്റേഴ്സും അപ്പോകാലിപ്സും കൂടിയ ഒന്നാണ് ഈ ന്യൂ ടെസ്റ്റമെൻറ്റ് എന്ന് പറയുന്ന ബൈബിൾ. ഇത് തന്നെ 1543 ആയപ്പോൾ മാർട്ടിൻ ലൂത്തർ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റിസം സ്റ്റാർട്ട് ചെയ്ത ആളും ഇതിനകത്ത് തന്നെ പറയുന്നത്. അതായത് സോ വി ആർ ഈവൻ അറ്റ് ഫാൾട്ട് in not avenging all this innocent blood of our father and of the Christians which they shed for 300 years after the destruction of Jerusalem എന്നാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്. അതായത് ഈ ജീസസിൻ്റെ മരണത്തിന് ഉത്തരവാദികളുടെ രക്തം ചിന്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് വളരെ ക്ലിയറായിട്ട് മാർട്ടിൻ ലൂതർ 1543 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റിസത്തിൻ്റെ തലതൊട്ടപ്പനായ മാർട്ടിൻ ലൂതർ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പിന്നെ എത്രയോ ജനറേഷൻസിന് വരികയാണ്. ഇതൊക്കെയാണ് പിന്നെ നാസി ജൂസും 1938-ലും 1940-ലും മറ്റും റിപ്പീറ്റ് ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ വരെ പറഞ്ഞിട്ടുണ്ട് ഇവരെ കൊന്നെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഡെയ്സ് സൈഡ് എന്നുള്ള ഒരു മിത്ത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആൻറ്റി ജുഡായിസത്തിൻ്റെ ഒരു എലിമെൻറ്റാണ്. ഇത് തന്നെയാണ് ആൻറ്റിസെമിറ്റിസത്തിൻ്റെ എലിമെൻറ്റ്. രണ്ടാമത്തെ എലിമെൻറ്റ് എന്ന് പറയുന്നത് ജൂസ് എന്ന് പറയുന്നത് ചെകുത്താൻ്റെ മക്കളാണ്. അതായത് ചിൽഡ്രൻ ഓഫ് ദ ഡെവിൾ ആണെന്ന് പറയുന്നതാണ് രണ്ടാമത്തെ. അതായത് ഡീമോണൈസേഷൻ, ഡീമൺ ആണ്, ചെകുത്താന്മാരാണ് എന്ന് പറയുന്നതാണ് ഒന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെകുത്താന്മാർ സാധാരണ എങ്ങനെയാണ് വിത്ത് ഹോൺസ് ഉണ്ടാവും, കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ, കൊമ്പുകൾ ഉണ്ടാവും, ഐസ് ബൾജ് ചെയ്തിരിക്കും. പിന്നെ അവരുടെ അരഗൻസ് ഉണ്ടാവും, ലോജിക് ഒന്നും അവർക്ക് മനസ്സിലാവില്ല, അരഗൻസ് ആൻഡ് ഡീവിയസ് ലോജിക്. പിന്നെ സിമിലർ ഡിപ്പിക്ഷൻ ഓഫ് ജൂസ് ക്യാൻ ബി സീൻ ഇൻ മുസ്ലിം ടെക്സ്റ്റ് ഫ്രം ദ 20th century. മുസ്ലിം ടെക്സ്റ്റിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്സ്റ്റിലും ഇങ്ങനത്തെ രീതിയിൽ ചെകുത്താൻ്റെ സന്തതികളാണ് എന്നുള്ള മട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ സമയത്തുള്ള ആൻറ്റിസെമിറ്റിസം പുതിയ തലമുറകളിലേക്കും പോകുന്നു എന്നാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് തന്നെ കാർട്ടൂൺസിലും മറ്റും നമ്മൾ ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ എന്തായാലും ആ സമയത്തുള്ളൊരു 17th century, അതായത് 1600-കളുടെ ഒരു വുഡ് കട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അതിൽ ജൂസൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇവിടെ ഒരു കുട്ടി ജൂ എന്ന് പറയുമ്പോൾ ചെകുത്താൻ്റെ സന്തതിയായിട്ട് തലയിൽ കൊമ്പൊക്കെയുള്ള ജൂ ആണ്. പിന്നെ ആ കുട്ടി ജൂയുടെ അച്ഛനാവട്ടെ മറ്റൊരു ജൂ, തലയിൽ കൊമ്പുള്ള ഒരു ചെകുത്താൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജൂസ് അവരുമായിട്ടുള്ള ഒരു ഇതിലേർപ്പെടുന്ന വിദ്യ ഇത് കണ്ടില്ലേ, ഇന്നത്തെ തലയിലൊക്കെ ഉള്ള. അപ്പോൾ ഇങ്ങനത്തെ ഒരു സേറ്റാനിക് ഫിഗേഴ്സാണ്. ആൻഡ് ഇതിനകത്ത് കണ്ടില്ലേ ജൂഷ് ബാഡ്ജും ഉണ്ടാവും. അപ്പോൾ ആ വട്ടത്തിലുള്ള ആ ജൂഷ് ബാഡ്ജ് ഉള്ള അടക്കമുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ഇമേജസ് ആണ്. 1600-ലെ ഇമേജാണ് നമ്മൾ കാണുന്നത്. ഇത് ആൻറ്റിസെമിറ്റിസിൻ്റെ ഭാഗമാണ്. 2002-ൽ കാർട്ടൂൺ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇസ്രായേലോ അല്ലെങ്കിൽ ജുഡായിസത്തിൻ്റെ ഈ സിമ്പിളൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കാണുന്ന ഒരു സേറ്റൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ജൂസിനെ ഡെപിക്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയുക. ആൻറ്റി ജൂഡായിസത്തിൻ്റെ വേറൊരു എലിമെൻറ്റാണ് റിച്വൽ സ്ലോട്ടർ. ഇത് നമ്മൾ പണ്ടേ കണ്ടതാണ്. പണ്ട് ഈ പാസ് ഓവർ അൺലിവൻഡ് ആയിട്ടുള്ള ബ്രെഡാണ്. അത് ഉണ്ടാക്കാനായിട്ട് കുട്ടികളുടെ രക്തം വേണം എന്നുള്ള രക്തദൂഷണം, ബ്ലഡ് ലൈബൽ, രക്തദൂഷണം വളരെ പോപ്പുലർ ആയിട്ടുള്ള, ആർക്കും തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും കുട്ടീനെ കാണാതായാൽ ജ്യൂസാണ് പിടിച്ചുകൊണ്ടുപോയി ആ കുട്ടീനെ കൊന്നിട്ട് ആ കുട്ടിയുടെ രക്തം എടുത്തിട്ട് അതുപയോഗിച്ച് ബ്രെഡ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന രക്തദൂഷണമാണ്. വളരെ ക്രൂരമായിട്ടുള്ളൊരു ദൂഷണമാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് കാരണം എത്രയോ ആയിരക്കണക്കിന് ജ്യൂസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഓവർ ദി സെഞ്ച്വറീസ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന ഫസ്റ്റ് ബ്ലഡ് ലൈബിളാണ് വില്യം ഓഫ് നോർവിച്ചിൻ്റെ. നമ്മൾ ഇംഗ്ലണ്ടിൽ കണ്ട് 1144 1144 ബ്ലഡ് ലൈബിളാണ്. റിച്വൽ സ്ലോട്ടറാണ് നമ്മൾ കാണുന്നത്. റിച്വലിന് വേണ്ടിയിട്ടാണ് ജ്യൂസ് കുട്ടികളെ സ്ലോട്ടർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു എലിമെൻ്റ് എന്ന് പറയുന്നത് വാണ്ടറിങ് ജൂ. അത് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു ആളുകളാണ് ജ്യൂസ്. അപ്പോൾ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല, പെഡ്ലേഴ്സാണ് എന്ന് പറയുന്ന വേറൊരു ഇതൊക്കെ ആൻറ്റി ജുഡായിസത്തിൻ്റെ എലിമെൻറ്റ്സ് ആണ്. പിന്നെ വേറൊന്ന് ഈ മാർട്ടിൻ ലൂതറൊക്കെ പറഞ്ഞ വേറൊന്നാണ് കർണാലിറ്റി. അതായത് സെക്ഷൽ ഡിസയേഴ്സ് വളരെ കൂടുതലുള്ള ആളുകളാണ് ജ്യൂസ്. ഇപ്പോൾ തന്നെ അതും ബീസ്റ്റിയാലിറ്റി ഉണ്ടാകും. അതായത് പിഗ്സിൻ്റെയും മറ്റും സോഡമി ചെയ്യുന്ന, അവരോട് സെക്സ് ചെയ്യുന്ന ആളുകളായിട്ടാണ് ജ്യൂസിൻ്റെ കുഞ്ഞുങ്ങളെ അടക്കം. കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ഈ പിഗിനെയാണ് സർക്കിൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് അതിൻ്റെ ആസ്ഹോളിലേക്ക് നോക്കുന്ന, ഈനസിലേക്ക് നോക്കുന്ന ജ്യൂസിനെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ താൽമൂടും വെച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ആൻറ്റിസെമിറ്റിക് റാൻറ്റാണ് ഈ വുഡ് കട്ടിൽ. 1500-ലെ ഒരു വുഡ് കട്ടാണ് നമ്മൾ കാണുന്നത്. മാർട്ടിൻ ലൂതർ കോട്ട് ചെയ്ത ഒരു വുഡ് കട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ മറ്റൊന്ന് വെൽ പോയ്സണിങ്. ബ്ലാക്ക് ഡെത്തിൻ്റെ സമയത്ത് 1300 സംതിങ്ങിലെ പ്ലേഗ് ഉണ്ടായിരുന്നല്ലോ. പ്ലേഗ് ഉണ്ടായിരുന്ന സമയത്ത്, ബ്ലാക്ക് ഡെത്തിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് പ്ലേഗ് വരുന്നത് എന്ന് പലർക്കും, മോസ്റ്റ് ആൾക്കാർക്കും അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതിന് ഓരോരോ കാരണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച അവസാനം അവിടുത്തെ വെള്ളം മോശമായിട്ടാണ്, ഒരു കിണറ്റിലെ വെള്ളം മോശമായിട്ടാണ് ഇങ്ങനെ ഈ ബ്ലാക്ക് ഡെത്ത് വരുന്നത് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ആ വെള്ളം മോശമാക്കിയതാരാണ്? തീർച്ചയായിട്ടും ജ്യൂസാണ്. അപ്പോൾ ജ്യൂസിന് അതുകൊണ്ട് വീണ്ടും കത്തിച്ച് നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ. അത് വെൽ പോയ്സണിങ്ങും ആൻറ്റി ജുഡായിസിൻ്റെ ഒരു എലിമെൻറ്റാണ്.
മറ്റൊന്ന് ഡെസിക്രേഷൻ ഓഫ് ദ ഹോസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു എലിമെൻ്റാണ്. ഇത് വൺ ഓഫ് ദ ഫസ്റ്റ് ഇതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഡേ സൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെസിക്രേഷൻ ഓഫ് ദ ഹോസ്റ്റ് വേണം പറയാം. ഈ ആൻറ്റി ജുഡായിസത്തിൻ്റെ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ മെയിൻ ഒരു എലിമെൻ്റായിട്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് അപ്പം ഇതെൻ്റെ ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു, ഈ വൈൻ എൻ്റെ ബ്ലഡ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ അത്താഴം കഴിച്ച യേശുവിനെ ഓർമ്മിക്കാനായിട്ട് ഉള്ളൊരു ഹോളി സാക്രമെൻ്റാണ് എന്താണ് ഈ ബ്രെഡ്. ഈ ചെറിയ അപ്പം പള്ളികളിൽ പോയാൽ കിട്ടുന്നതാണ്. അപ്പോൾ പള്ളികളിൽ പോയിട്ട് ഇത് യേശുവിൻ്റെ ബോഡിയുടെ ഓർമ്മക്കായിട്ട്, ബോഡി ഓഫ് ദ ക്രൈസ്റ്റ് എന്നിട്ട് ആ സമയത്ത് തരുന്നതാണ്. അപ്പോൾ അത് എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ കൊല്ലുന്ന ആളുകളായിട്ടാണ് ഈ ജ്യൂസിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അതിനെ അതിൽ കുത്തി ഇറക്കുമ്പോൾ അതിൽ നിന്ന് രക്തം വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജീസസിൻ്റെ ബോഡി തന്നെയായിട്ടാണ് ഹോസ്റ്റ് ഡെസിക്രേഷൻ എന്നുള്ളത് മെയിൻലി ഒരു ആൻറ്റി സെമിറ്റിക് ഇതാണ്. അതിൻ്റെ എത്രയോ വുഡ് കട്ട്സ് നമുക്ക് കാണാൻ കഴിയും. 1400 ഒരു ജർമ്മൻ വുഡ് കട്ടാണ് നമ്മൾ കാണുന്നത്. ഡെസിക്രേഷൻ ബൈ ദ ജ്യൂസ് ഓഫ് പസോ. ഒരു കോമിക്സ് മാതിരിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ തന്നെയാണ് വന്നിട്ട് പറയുന്നത്, ഇവിടെ ഇതെന്താണ് അവിടുന്ന് മോഷ്ടിക്കുന്നതെന്ന്, പള്ളിയിൽ നിന്ന്, ചർച്ചിൽ നിന്ന് അവിടുത്തെ ഹോസ്റ്റിനെ, അവിടുത്തെ ആ ബ്രെഡ് കഷ്ണങ്ങളെ, ബോഡി ഓഫ് ദ ക്രൈസ്റ്റിനെ മോഷ്ടിക്കുന്നു. ആ മോഷ്ടിച്ചിട്ട് അയാൾ വന്നിട്ട് ജ്യൂസിന് വിൽക്കുന്നു. അപ്പോൾ വിൽക്കുമ്പോൾ ഈ ഇവിടെ കണ്ടില്ലേ അവർ പൈസ കൊടുക്കുന്നു, ഒരു ചെറിയൊരു കിഴി പൈസ കൊടുക്കുന്നു. ആ ഇതും എടുത്തിട്ട് ആ ജ്യൂസ് അതിൻ്റെ ആ ഹോസ്റ്റിനെ എടുത്തിട്ട് അവരൊരു പെട്ടിയിലാക്കിയിട്ട് രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് ഈ ഹോസ്റ്റിനെ അവർ കുത്തിയിറക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ അവർ വന്നിട്ട് പടയാളികൾ വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും തിരിച്ച് ആ ഹോസ്റ്റിനെ തിരിച്ച് ആ പള്ളിയിൽ തന്നെ തിരിച്ച് കൊണ്ട് ചെയ്യുമ്പോൾ അവിടെ മാലാഖമാർ സൈഡിൽ വന്ന് പാടുകയും ചെയ്യുന്നു. ഈ നേരത്തെ കണ്ട ജ്യൂസിനെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ മർദ്ദിച്ച് ടോർച്ചർ ചെയ്തിട്ട് അവരെ ജയിലിലാക്കുകയും കുറേ പേരെ തലവെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ജ്യൂസിനെ വീണ്ടും ഈ തീയിന് മേലെ വെച്ചിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ദേഹത്ത് കുന്തങ്ങളും മറ്റും കുത്തിയിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, ടോർച്ചർ ചെയ്യുന്ന കാഴ്ച. പിന്നെ അതുകൂടാതെ നമ്മൾ കാണുന്നത് വീണ്ടും അവസാനം കത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അതുകൂടാതെ ഈ നേരത്തെ കണ്ട ക്രിസ്ത്യൻ ഉണ്ടായിരുന്നല്ലോ, ഈ അപ്പക്കഷ്ണങ്ങൾ കട്ടിട്ട് ഈ ജ്യൂസിന് എത്തിച്ചു കൊടുത്ത അയാളെ നാട് കടത്തുകയും അങ്ങനെ അവസാനം എല്ലാവരും പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാം ശുഭം എന്ന രീതിയിലൊരു കോമിക്സ് ആയിട്ടുള്ള ഒരു വുഡ് കട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഹോസ്റ്റ് ഡെസിക്രേഷൻ എന്ന് പറയുന്ന ആൻറ്റിസെമിറ്റിസത്തിൻ്റെ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനൊരു കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഹോസ്റ്റ് ആ അപ്പക്കഷ്ണങ്ങൾ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്തം വരികയും ആ രക്തം ഒലിച്ചൊലിച്ച് വാതിലിൻ്റെ പുറത്തേക്ക് വരികയും അത് കണ്ടിട്ട് ജനക്കൂട്ടം പുറത്തുനിന്ന് വരികയും കൂടാതെ പടയാളികൾ വരികയും ഉള്ളിൽ ആ ജൂയിഷ് ഫാമിലി അന്തം വിട്ട് നോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അത് ഇതിൽ അവിടുത്തെ സ്ത്രീ ആയിട്ടുള്ള ജൂ ആകട്ടെ, പുരുഷനായിട്ടുള്ള അച്ഛൻ ജൂ ആകട്ടെ, എല്ലാവരും കുട്ടികൾ ജൂ ആകട്ടെ, എന്താ ഇനി ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ 7 എലിമെൻറ്റ്സ് ഉണ്ട്. ഇനിയും എലിമെൻറ്റ്സ് ഉണ്ട്. ഡേർട്ട് ആൻഡ് ഡിസീസ് എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഡെത്തിൻ്റെ ഇതും വെൽ പോയ്സണിങ് കൂടാതെ ഡേർട്ട് ആൻഡ് ഡിസീസ് എല്ലാം കൊണ്ടുവരുന്നത് ജ്യൂസ് ആണ് എന്നുള്ള മറ്റൊരു ആൻറ്റിസെമിറ്റിക് റാൻറ്റും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇക്കണോമിക്കായിട്ട് പറയുകയാണെങ്കിൽ മണി ആൻഡ് ക്രിമിനൽസാണ്, മണിയിൽ മാത്രം ഡീൽ ചെയ്യുന്ന ആളുകളാണ് ഈ ജ്യൂസ് എന്ന് പറയുന്ന മറ്റൊരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സാധാരണ കർഷകൻ വന്നിട്ട് മണി ചോദിക്കുമ്പോൾ ഈ വളരെ ധനികനായിട്ടുള്ള ഈ വളരെ കഠിനമായ പലിശക്ക്, വളരെ കൂറ്റൻ പലിശക്ക് അയാൾക്ക് പണം കടം കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ 1500-ലും ഇത് പണ്ട് 900 AD തന്നെ ഈ ജ്യൂസിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ വില്യം I എന്നുള്ള കോൺക്കറർ വന്നിട്ട് ജ്യൂസിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഈ പൈസയുടെ ഈ ഇടപാടുള്ളത് കൊണ്ടാണ്. കാരണം ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ തീർച്ചയായിട്ടും പൈസ വേണമല്ലോ, അത് ക്യാപിറ്റൽ വേണമല്ലോ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഉറവിടമാണ് ജ്യൂസ്. അതുകൊണ്ടാണ് ആ സമയത്ത് വില്യം I 900 AD ആയപ്പോൾ കൊണ്ടുവരുന്നത്. അതേ രാജപരമ്പരകൾ തന്നെ അവസാനം 1290 ആയപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് ജ്യൂസിനെ പുറത്താക്കുന്നുണ്ട്, ഇതേ കാരണം പറഞ്ഞിട്ട്. ഒന്ന് വായിക്കാം നമുക്ക്. ക്രെഡിറ്റ് വാസ് എസെൻഷ്യൽ ടു ദ എക്സ്പാൻഡിങ് എക്കോണമി ദാറ്റ് വാസ് എ മേജർ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ക്രൂസൈഡ് ആൻഡ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് സർക്കംസ്റ്റൻസസ് ഇറ്റ് ബിക്കേം ദ അൺഈസി ലോട്ട് ഓഫ് മെനി Jews to find their economic energies limited to this field. The extinction of the comparatively large-scale Jewish trade with the Orient after the Crusades left them with no other economic function since agriculture and handicrafts were close to them.
അഗ്രികൾച്ചറും ഹാൻഡിക്രാഫ്റ്റ്സും ജൂതന്മാർക്ക് എപ്പോഴും ക്ലോസ്ഡ് ആയിരുന്നു. കാരണം അഗ്രികൾച്ചറിൽ ജമീന്ദാർ മാതിരിയുള്ള ലോഡ് സിസ്റ്റം ഉണ്ടാകും. അവിടെ ലോഡ്സും സെർവ്സും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ലാൻഡ് ഇല്ലാത്ത ജ്യൂസിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ല. ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കുലങ്ങളും ഗിൽഡുകളുമായിരുന്നു. GUILDS ഗിൽഡുകളുമായിരുന്നു. അതിനാൽ തന്നെ അവിടെയും ജൂതന്മാർക്ക് അതിൻ്റെ മാർക്കറ്റിലേക്കോ അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതിലേക്ക് അവർക്ക് ഒരിക്കലും കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം അവർക്ക് ഉണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് മണി ലെൻഡിങ് മാത്രമായിട്ട് തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂയിഷ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കണ്ടില്ലേ ഇവിടെ ഒരു സേറ്റനും ഉണ്ട്. ഈ ജൂയിഷ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ബാക്കി എല്ലാത്തും ജ്യൂസാണ്. കണ്ടില്ലേ, ഈ ചെറിയ ജൂയിഷ് ബാഡ്ജ് ധരിച്ച ജ്യൂസാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഈ വളയം ധരിച്ച ജ്യൂസാണ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൊരു സാത്താനെയും ചെകുത്താനെയും നമുക്കതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ആൻറ്റിസെമിറ്റിക് റാൻറ്റാണ്. There was no place for the Jew in the feudal system, either as a master or serf. It became generally accepted practice, often incorporated into laws, that he could not own land. Land own ചെയ്യാൻ പറ്റില്ല Jews. Admittedly, there were many exceptions and variations, but in time this became general in the Christian world. And so the Jews were excluded from the then basic activity of economic life, agriculture. ബേസിക്കായുള്ള കൃഷിയിൽ നിന്ന് തന്നെ, കാർഷിക രംഗത്തിൽ നിന്ന് ജ്യൂസിനെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ലാൻഡ് ഇല്ലാതെ വരുന്ന ജ്യൂസിന് ഒരിക്കലും കാർഷിക രംഗത്തേക്ക് കഴിഞ്ഞില്ല. അതായിരുന്നല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 50% ആളുകൾ ഉള്ളത് അഗ്രികൾച്ചറിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ജ്യൂസിന് വേറെ നിവൃത്തിയില്ലാതായി വരും. പിന്നെ അത് നേരത്തെ പറഞ്ഞ ബീസ്റ്റിയാലിറ്റി, കണ്ണാലിറ്റി ഒക്കെ പറയുന്ന പോലെ ബീസ്റ്റിയാലിറ്റി ഉണ്ട്. പിന്നെ ഗ്ലോബൽ കോൺസ്പിറസി ആൻറ്റി ജുഡായിസിൻ്റെ എലിമെൻ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആൻറ്റി സെമിറ്റിസത്തിൻ്റെ എലിമെൻ്റായിട്ട് പറയാൻ കഴിയുക. ഇതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസാണ് വേൾഡ് ഇക്കോണമി കൺട്രോൾ ചെയ്യുന്നത്, വേൾഡ് ആയിട്ടുള്ള വെപ്പൺസും എല്ലാം ജ്യൂസാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള റാൻറ്റാണ് ഈ ഗ്ലോബൽ കോൺസ്പിറസി എന്ന് പറയുന്നത്. അപ്പം കണ്ടില്ലേ, ഇവിടെ ജൂതന്മാരുടെ ഒരു സ്റ്റാറുള്ള ഈ നീരാളി വന്നിട്ട് വേൾഡ് ഇക്കോണമീനെ കൺട്രോൾ ചെയ്യുന്ന നാസികളുടെ ഒരു കാർട്ടൂണാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 700-ലും മറ്റും ഈ ഇസ്ലാമിക് ഇൻവേഷൻ ടുവേർഡ്സ് സ്പെയിനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ 700-800-ലൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ജ്യൂസിന് വളരെ മെച്ചപ്പെട്ട നിലയിലെത്താൻ കഴിഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് 900 AD ആകുമ്പോഴേക്കും വില്യം I എന്നുള്ള കോൺക്കറർ തന്നെ വന്നിട്ട് അവരെ ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയെങ്കിലും ഇങ്ങനെ ആൻറ്റിസെമിറ്റിക് റാൻറ്റുകളും രക്തദൂഷണങ്ങളും ഡിസിക്രേഷൻ ഓഫ് ദ ഹോസ്റ്റും മണി ലെൻഡിങ്ങും എല്ലാം ഇങ്ങനെ കൂടുതലായി വന്നപ്പോൾ അവസാനം ജ്യൂസിൻ്റെ കാര്യങ്ങൾ വളരെ മോശമായി. ആൻറ്റിസെമിറ്റിസത്തിൻ്റെ വളരെ ഹൈറ്റാണ് നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ വേൾഡിലാണ്. അതിൽ മുസ്ലിം വേൾഡിൽ ഒരിക്കലും ജ്യൂസിന് ഇങ്ങനത്തെ ഒരു ആൻറ്റിസെമിറ്റിസം നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവസാനം അവർ പറയാൻ തുടങ്ങി, നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം ഷാന ഹബ്ബ യെരുഷലേം, നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം, അടുത്ത കൊല്ലം ജെറുസലേമിലേക്ക്. ഇത് ആദ്യമായിട്ട് പൊന്തി വന്നത് 1500-ലെ ജർമ്മനും ഹീബ്രുവും കൂടി മിക്സ് ചെയ്തിട്ട് സംസാരിക്കുന്ന ആ ഭാഷയാണ് അഷ്കനാസി എന്ന് പറയും. അതല്ലേ അഷ്കനാസി. അഷ്കനാസി ജ്യൂസ്, അതായത് റൈൻലാൻഡിലെ നോർത്തേൺ ജർമ്മനിയിലെ റൈൻ നദി ഒഴുകുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെയുള്ള പണ്ട് വേംസിലൊക്കെ കൂട്ടക്കലുകൾ നടന്ന സ്ഥലമാണ് അതൊക്കെ. അവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് അവിടെ ഹീബ്രുവും ജർമ്മനും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പറയുന്നത് അതിൻ്റെ പേരാണ് അഷ്കനാസി. ഇപ്പോൾ ലോകത്തിലുള്ള പ്രധാന ജ്യൂസ് എന്ന് പറയുന്നത് അഷ്കനാസി ജ്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലിലെ ഏറ്റവും അധികം പോപ്പുലേഷൻ എന്ന് പറയുന്നത് അഷ്കനാസി ജ്യൂസാണ്. അതുകൂടാതെ മിസ്രാച്ചി ജ്യൂസ് ഉണ്ട്, അതുകൂടാതെ സെഫാർഡിക് ജ്യൂസ് ഉണ്ട്. സ്പെയിനിൽ നിന്ന് വന്ന അറബിക്കിനോട് കൂടുതൽ സംസാരിക്കുന്ന, അറബിക്കും ഈ ഹീബ്രുവും കൂടി മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളാണ് സെഫാർഡിക് ജ്യൂസ്. ഇപ്പോൾ US നോക്കുകയാണെങ്കിൽ നമ്മൾ അഷ്കനാസി ജ്യൂസിനെയാണ് കൂടുതലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെ ഈ അഷ്കനാസി ജ്യൂസാണ് ആദ്യമായിട്ട് ഈ പാട്ട് പാടാൻ തുടങ്ങിയത്. അവർ ഈ പാസ് ഓവറിൻ്റെ സമയത്തും യോം കിപ്പൂറിൻ്റെ സമയത്തൊക്കെ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് മതിയായി, ഇനി ഞങ്ങൾക്ക് തിരിച്ച് ജെറുസലേമിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ഇൻഗാദറിംഗ് ഓഫ് എക്സൈൽസിൻ്റെ സമയമായി, പുതിയ മെസ്സയ്യ വരേണ്ട സമയമായിരിക്കുന്നു. ഇത് താൽമൂഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. നെക്സ്റ്റ് ഇയർ ഇൻ ദ റീബിൽഡ് ജെറുസലേം, നമുക്ക് ജെറുസലേമിലേക്ക് റീബിൽഡ് ജെറുസലേം എന്ന് ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് പറയാൻ തുടങ്ങിയാണ്. പണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം, അടുത്ത കൊല്ലം ജെറുസലേമിൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാട്ട് നമുക്ക് വേണമെങ്കിൽ കേൾക്കാം.
അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആൻറ്റിസെമിറ്റിസത്തിനാൽ സഹികെട്ട ആൻറ്റി ജുഡായിസത്തിനാൽ സഹികെട്ട ജ്യൂസ് ഇങ്ങനെ പാടാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇത് നമുക്ക് ആ മൂവ്മെൻറ്റ് ഓഫ് ജ്യൂസ് നേരത്തെ പറഞ്ഞു നിർത്തിയത്, ഇതിന് മുമ്പുള്ള സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മാർട്ടിൻ ലൂതറിൻ്റെ സമയത്തുള്ള മൂവ്മെൻറ്റ് ഓഫ് ജ്യൂസ് ആയിരുന്നു. അവസാനം ഈ എല്ലാവരും മൂവ് ചെയ്ത് സ്പെയിനിൽ നിന്ന് എല്ലാവരും മൂവ് ചെയ്ത് 1400 അവസാനം ആകുമ്പോഴത്തേക്കും അൽഹംബ്ര ഡിക്രിയൊക്കെ വന്നിട്ട് സ്പെയിനിൽ നിന്ന് തന്നെ മൂവ് ചെയ്ത് വെനീസിൻ്റെ ഭാഗത്തേക്ക് പോയ ജ്യൂസിന് അവിടുന്ന് വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ട് അവർ പോളണ്ടിൻ്റെ ഭാഗത്തേക്ക് പേൽ ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന റഷ്യയുടെയും പോളണ്ടിൻ്റെയും ഇടക്ക് വരുന്ന ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ട് നമുക്ക് ആ മൂവ്മെൻറ്റിനെ പറ്റി അടുത്ത പ്രാവശ്യം നോക്കാം. അതിനാൽ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള കൊണറ്റേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടാണ് പോളണ്ടിൽ വെച്ചാണ് ഏറ്റവും അധികം ജ്യൂസ് മരണപ്പെട്ടത് ഈ നാസികളുടെ കൈകളിൽ. കാരണം ഈ ബാക്കി എല്ലായിടത്തു നിന്നും പുഷ് ചെയ്ത് അവസാനം എത്തിപ്പെടുന്നത് റഷ്യയിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ പോകുമ്പോൾ ആ റഷ്യയിലെ കാത്തറിൻ തിരിച്ച് പുഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്ത് അവരുടെ രണ്ടുപേരുടെയും ഒരു ഭാഗത്ത് ഹോളി റോമൻ എംപയറും ജർമ്മനിയാണ്, അതും മറ്റേ ഭാഗത്ത് റഷ്യയും കൂടെ വരുമ്പോൾ അത് രണ്ടും കൂടെ ഇടയ്ക്കുള്ള പോളണ്ടും ബെലാറസും മാൾട്ടയും എല്ലാം വരുന്ന ഒരു ചെറിയൊരു സ്ട്രിപ്പ്, അതായത് അങ്ങ് നോർവീജിയൻ കടൽ മുതൽ താഴെ ബാൾട്ടിക് കടൽ വരെ അവസാനിക്കുന്ന ആ പോളിഷ് ലിത്വാനിയൻ യൂണിയൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പിലേക്കാണ് ഈ ജ്യൂസ് മുഴുവനായിട്ട് അടിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഏറ്റവും അധികം കൂട്ടക്കൊലകൾ പിന്നെ നാസികൾ നടത്തുമ്പോൾ, ഹോളോകോസ്റ്റ് നടത്തുമ്പോൾ അവർക്ക് വേണ്ട ജ്യൂസ് എല്ലാം കിട്ടുന്നത് അവർക്ക് ആ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ പോളണ്ടിലെ വാർസോയിൽ വെച്ചിട്ട് വലിയ ഹോളോകോസ്റ്റുകൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം, ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ജ്യൂസ് അവിടെ ഇത്. പക്ഷേ ഈ ഹോളോകോസ്റ്റിൽ ഈ ഒട്ടോമൻ എംപയറിലുള്ള ഇപ്പോഴത്തെ അറേബ്യയുടെ ഭാഗങ്ങളിലും മറ്റുമുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടർക്കിയുടെ ഭാഗങ്ങളിലും മറ്റുമുള്ള, നോർത്ത് ആഫ്രിക്കയുടെ ഭാഗങ്ങളിലുള്ള ആളുകളൊന്നും അവിടെയുള്ള ജ്യൂസിനൊന്നും പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷേ എന്തായാലും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ മൂവ്മെൻറ്റ് നമുക്ക് അടുത്ത സെഷനിൽ കാണാൻ കഴിയും. താങ്ക് യു.